14-ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട മാർക്കോ എന്ന ചിത്രത്തിന് ഇന്നലെ 13-ാമത്തെ ദിവസവും വലിയ റെക്കോർഡുകളും വലിയ നേട്ടങ്ങളൊക്കെയാണ് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം ഇന്നലെ 24 അവേഴ്സിൽ 71,000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു റേഞ്ചിലുള്ള തൂക്കിയടി ബുക്ക് മൈ ഷോ ആപ്പിൽ ചിത്രത്തിന് കാണുന്നത്. അതിനുള്ള പ്രധാന കാരണം തെലുങ്ക് വേർഷൻ തിയേറ്ററിൽ എത്തിയതും അതോടൊപ്പം തന്നെ ഇന്നലെ ന്യൂ ഇയർ ആയിരുന്നു. എല്ലാവരും ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അങ്ങനെയൊക്കെയാണ് ഇന്നലെ മാർക്കോ ബോക്സ് ഓഫീസിൽ കളറാക്കിയത്. പിന്നെ വലിയൊരു റെക്കോർഡ് സ്വന്തമാക്കാൻ മാർക്കോ എന്ന ചിത്രത്തിന് ഇന്നലെ സാധിച്ചിട്ടുണ്ട്. ഹിന്ദി വേർഷൻ 1 കോടിക്ക് മുകളിൽ കളക്ഷനും അതോടൊപ്പം തന്നെ തെലുങ്ക് വേർഷൻ 1 കോടിക്ക് മുകളിൽ കളക്ഷനും മലയാള വേർഷൻ 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ഒരു ദിവസമായി തീർന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്നലെ വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ 13 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 75 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. തെലുങ്ക് വെർഷൻ വന്നതിൻ്റെ ശേഷമാണ് പെട്ടെന്ന് തന്നെ 75 CR ഇടം പിടിക്കാൻ ചിത്രത്തിന് സാധിച്ചത്. അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഭയാനകമായിട്ടുള്ള ഒരു കളക്ഷനാണ് ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. 11 കോടിക്ക് മുകളിലേക്ക് ചിത്രത്തിൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 13 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മലയാള വേർഷൻ 5 കോടിക്ക് അടുത്തും തെലുങ്ക് വേർഷൻ 1 കോടിക്ക് മുകളിലും ഹിന്ദി വേർഷൻ 5 കോടിയിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്. 14-ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിലും ചിത്രത്തിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ നല്ലൊരു സ്റ്റഡി കളക്ഷൻ നിലനിർത്തി തന്നെയാണ് ഈ ഒരു സിനിമ ഇന്ന് മുന്നോട്ട് പോവുക എന്നാണ് ഇന്ന് രാവിലത്തെ ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. തെലുങ്കിലെല്ലാം ഇനിയും അന്യായ കൊളുത്തി വലിയ വിജയങ്ങളിലേക്ക് എത്തപ്പെടാൻ മാർക്കോ എന്ന സിനിമക്ക് സാധിക്കട്ടെ. ഓക്കെ, ബൈ.